ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം പാപ്പൻ. അപ്പോൾ നമ്മളിപ്പോൾ ഈ വന്നിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഋഷിഗുണ്ട ബീച്ചിലാണ്. ഇത് ആന്ധ്രയിൽ തന്നെ നമ്മൾ ഒറീസ പോകുന്ന റൂട്ടിലാണിത്. അപ്പോൾ ഇവിടെ അതിമനോഹരമായ വേൾഡിൽ ഏറ്റവും വൃത്തിയുള്ള ബീച്ച് എന്നാണ് അറിയപ്പെടുന്നത് ഋഷിഗുണ്ട ബീച്ച്. അപ്പോൾ നമുക്ക് ബീച്ചിലേക്ക് പോയിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അതുപോലെ തന്നെ ഇവിടെ സ്പീഡ് ബോട്ട് എല്ലാ ഐറ്റംസും ഉണ്ട്. നമുക്ക് അതൊക്കെ ഒന്ന് പോയി ഇങ്ങോട്ട് ചുറ്റി കാണാം. അഥവാ സ്പീഡ് ബോട്ടിൽ നമുക്ക് റേറ്റ് കുറവാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് സ്പീഡ് ബോട്ടിൽ കയറണം എന്ന് ആഗ്രഹമുണ്ട് എനിക്ക്. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. ഏതാ അതുപോലെ ഈ ബീച്ചിൻ്റെ സൈഡിൽ ഫുള്ള് കടകളാണ് കേട്ടോ. നമ്മുടെ ഇപ്പോൾ നമ്മൾ കന്യാകുമാരിയിലൊക്കെ ചെന്നാൽ മതി. അതുപോലെ ഈ വള അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടും. ഒരുപാട് കടക്കാരുണ്ട് ഇവിടെ. അതുപോലെ ബീച്ചിൽ നമ്മൾ വരുമ്പോൾ തന്നെ ഇത് കണ്ട 2-3 കുതിരകളുണ്ട്. അതുപോലെ ഹോഴ്സ് റൈഡിങ്, സ്പീഡ് ബോട്ട്, എല്ലാ സാധനവും കേട്ടോ. അടിപൊളി, ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. നല്ല അത് മസാജിങ് ടീമുകളാണ്. ബീച്ച് അടിപൊളി ബീച്ച് തന്നെ കേട്ടോ. നല്ല സൂപ്പർ ബീച്ചാണ്. ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ട് കുളിക്കുന്നുണ്ട്. അതുപോലെ കച്ചവടക്കാർ വേണ്ടില്ലേ വെള്ളമൊക്കെ അടിച്ച് കിടക്കുന്ന നമ്മുടെ പഞ്ചസാര മിഠായി. നമുക്ക് സ്പീഡ് ബോട്ടിൻ്റെ അടുത്ത് പോയി നോക്കാം. നമുക്ക് അവിടെ ഒരുപാട് ആൾക്കാർ കൂട്ടം കൂടി നിൽക്കുന്നുണ്ട്. അവിടെ എങ്ങനെയാണ് റേറ്റ് ഇതൊക്കെ നമുക്കൊന്ന് ചോദിക്കാം. അതുപോലെ നമ്മുടെ ബാഗ് സാധനങ്ങളൊക്കെ നമ്മൾ വണ്ടിയിൽ തന്നെ വെച്ചിങ്ങോട്ട് വന്നേക്കണം. ആരെല്ലാം അടിച്ചുകൊണ്ട് പോകുന്നുള്ളത് അറിയില്ല കേട്ടോ. അങ്ങനെ കാര്യമുണ്ട്, ചെന്ന് കഴിയുമ്പോൾ അറിയാം. സ്പീഡ് ബോട്ടിൽ പോണത് ഫുൾ സേഫ്റ്റി ആയിട്ടാണ് കേട്ടോ. ഫുള്ള് ജാക്കറ്റും ഒക്കെ വെച്ചിങ്ങായിട്ടാണ് ആളുകൾ പോണത്. ഒരുപാട് കുട്ടികളൊക്കെ ആയിട്ട് വന്നിട്ട് കുളിക്കുന്നുണ്ട്. അധികം ആഴമില്ല കടലിന്. നമ്മുടെ അവിടുത്തെ ബീച്ച് മതിയല്ല, തിര വളരെ കുറവാണ് ഫ്രണ്ട്സ്. അപ്പോൾ ഇവിടെ സ്പീഡ് ബോട്ടിൽ കയറാനായിട്ട് 200 രൂപയാണ് ഫീസ് കേട്ടോ. 200 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ബോട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പോവാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ജാക്കറ്റൊക്കെ ഇട്ടു. അപ്പോൾ നമ്മൾ സ്പീഡ് ബോട്ടിൽ കയറാനുള്ള പരിപാടിയാണ്. അപ്പോൾ സ്പീഡ് ബോട്ടിലേക്ക് 5 പേരാണ് മിനിമം. അപ്പോൾ നമ്മളെ വേറെ ഒരു ഫാമിലിയുടെ കൂടെയാണ് നമ്മളെ വിടുന്നത്. അപ്പോൾ നമുക്ക് സ്പീഡ് ബോട്ടിൽ ചെന്നിട്ട് ഇനി ബാക്കി കാണാം. അപ്പോൾ നമ്മൾ കയറാനായിട്ട് പോവാണ്. ഓൾറെഡി 2 കുട്ടികളാണ് പോയിട്ടുണ്ട്. അതുപോലെ വേറെ ഒരു ഫാമിലിയുടെ കൂടെയാണ് ഇപ്പോൾ നമ്മൾ പോണത്. സ്പീഡ് ബോട്ട് അപ്പോൾ നമ്മൾ ഇതിലാണ് പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്പീഡ് ബോട്ടിൻ്റെ ഡ്രൈവറാണത്. ദിലേഷ് 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 എന്നാണ് നമ്മുടെ സ്പീഡ് ബോട്ടിൻ്റെ ഡ്രൈവറുടെ പേര്. फोन नाही घालशील
ഹെവി ആയിരുന്നു. അപ്പൊ നമ്മ തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പാ അടിപൊളി റൈഡ് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഗായ്സ്, അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇങ്ങനെ റൈഡ് ചെയ്യാനായിട്ട് മറക്കരുത്. ഭയങ്കര ഹെവി റൈഡ് തന്നെയാണ്. അപ്പോൾ ഓക്കെ ഗായ്സ്, അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. അപ്പോൾ ഇത് ഇവിടെ നിന്ന് അവർ തള്ളിക്കൊണ്ട് പോകും. അവിടെ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. ഓക്കെ, അപ്പോൾ ഓക്കെ ബ്രോ. ഹായ് 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 ഹായ്. അപ്പോൾ ഇവരാണ് സ്പീഡ് ബോട്ട് ഡ്രൈവറാണിത്. അതുപോലെ തന്നെ ഈ അങ്കിള് അപ്പോൾ നമ്മുടെ ബോട്ട് റൈഡിങ് കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് അടുത്തത് വേറെ എന്താണെന്ന് നോക്കാം. അവിടെ പോയിട്ട് ചോദിക്കാം അവരോട്. എന്നിട്ട് അതേപോലെ തന്നെ ഇതൊരു ബോട്ടാണ്, ഇത് കണ്ടില്ലേ. അപ്പോൾ നമുക്കിനി അവിടെ ചെന്നിട്ട് ജാക്കറ്റ് ഊരി കൊടുക്കണം. ഇത് ലൈഫ് ജാക്കറ്റ് വാങ്ങിക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ നമ്മൾ കൊണ്ടുപോകില്ല, നമ്മുടെ കൊടുക്കാന്ന് പറഞ്ഞവരോട്. आपका नाम क्या है? राजू. राजू है ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ സ്പീഡ് ബോട്ടിൻ്റെ യാത്ര അടിപൊളിയായിരുന്നു, സൂപ്പറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഇവരൊക്കെ നമ്മൾ പരിചയപ്പെട്ടു. അതുപോലെ തന്നെ നമ്മുടെ ഇനി അടുത്ത നീക്കം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വേറെ അടുത്ത പുതിയ പുതിയ സ്ഥലങ്ങൾ തേടിയിട്ടുള്ള യാത്രയാണ്. അപ്പോൾ ഇവിടെ ഈ ഋഷികുണ്ട ബീച്ചിൽ വരണമെങ്കിൽ തീർച്ചയായിട്ടും ഈ സ്പീഡ് ബോട്ട് യാത്ര ചെയ്യാനായിട്ട് ഒരിക്കലും മറക്കരുത് നിങ്ങൾ. അപ്പോൾ നല്ലൊരു അനുഭവം തന്നെയായിരുന്നു. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് സ്പീഡ് ബോട്ടിൽ കയറുന്നത്. അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അടുത്ത പുതിയ സ്ഥലത്തേക്ക് യാത്ര ചെയ്യാൻ സമയമായിട്ട്. ഓക്കെ ബൈ. വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സ്വന്തം പാപ്പൻ. അപ്പോൾ നമുക്ക് കയറിയ ആ സ്പീഡ് ബോട്ട് എന്താണ് പറഞ്ഞത്? അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇനി അടുത്ത സ്ഥലത്തേക്ക് യാത്രയാവും. ഓക്കെ ബൈ.